ഇന്ന് സോഷ്യൽ മീഡിയയുടെയും ട്രെൻഡിന്റെയും കാലഘട്ടമാണ്. നിങ്ങൾക്ക് കണ്ടു കാണുമല്ലോ, അറിഞ്ഞു കാണുമല്ലോ. ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു പെണ്ണിന് ജാമ്യം കിട്ടിയ വിവരം നമ്മളെല്ലാവരും അറിഞ്ഞവരാണ്. ബസ്സിലെ ദീപക് എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരൻ, ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇന്ന് ഈ ലോകത്തില്ല. ആ ചെറുപ്പക്കാരൻ അഭിമാനമോർത്തിട്ട് ആ നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെയാണ് തല ഉയർത്തി നിൽക്കുന്നത് എന്നത് പേടിച്ച് അപമാനം സഹിക്കേണ്ടി വന്ന ആ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് ഈ ലോകത്തില്ല. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയി. ഒരു പിടി കയറിനുള്ളിൽ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരണമടഞ്ഞുപോയി. ആ കുടുംബത്തിന്റെ തീരാ നഷ്ടമായിരുന്നു ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. കണ്ടില്ലേ ആ ഉമ്മ നിലവിളിക്കുന്നത്, ആ അമ്മ നിലവിളിക്കുന്നത്. എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടാകും, എത്രയോ വേദനകൾ സഹിച്ചിട്ടുണ്ടാകും, എത്രയോ കഷ്ടപ്പാടുകൾ ആ അമ്മ, ആ പ്രിയപ്പെട്ട ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ നിലയ്ക്ക് ആകാൻ വേണ്ടി എത്രയോ രാത്രികൾ ഉറക്കമൊഴിച്ചിട്ടുണ്ടാകും, എത്രയോ താരാട്ട് പാട്ടുകൾ പാടിക്കൊടുത്തിട്ടുണ്ടാകും. ഒരമ്മയ്ക്കല്ലേ ഒരു മകന്റെ വേദന മനസ്സിലാകൂ. എൻ്റെ മുത്തേ എഴുന്നേൽക്ക്, എൻ്റെ മുത്തേ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട മകന്റെ ശരീരത്തിലൂടെ അതാ നെഞ്ചത്ത് തലചാഴ്ചിയിട്ട് ആ അമ്മ കരഞ്ഞ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഞാനും നിങ്ങളും കണ്ടവരല്ലേ. അതിന് ഉത്തരവാദിയായ മുസ്ലിം നാമധാരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള ഒരു എളുപ്പ വഴി ലൈംഗികമായി സ്വന്തമായി ആരോപിക്കപ്പെടുക, അതിലൂടെ ആളുകളുടെ സെന്റിമെന്റ്സ് ഉണ്ടാക്കിയെടുക്കുക. ഇത് ഫോളോവേഴ്സ് കിട്ടാനുള്ള മാർഗമാണ് എന്ന് മനസ്സിലാക്കി ആ പെണ്ണങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഒരു അന്തസ്സോടെ അഭിമാനത്തോടെ ജോലി ചെയ്ത് ഒരു കുടുംബം നോക്കിയിരുന്ന പാവപ്പെട്ട ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് ഈ ദുനിയാവിലുണ്ടോ? എന്റെ റീൽസിലൂടെ വൈറലാകണോ? അങ്ങനെ ചിന്തിക്കുന്ന കാലഘട്ടമല്ലേ യുവാക്കളുടേത്, അങ്ങനെ ചിന്തിക്കുന്ന കാലഘട്ടമല്ലേ യുവതികളുടേത്. അള്ളാഹുവേ, ഞങ്ങളെ മുസ്ലിം ഉമ്മത്തിനെ സഹോദരങ്ങളെ കാക്കണേ അല്ലാ. ഇത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല യുവാക്കളെ, ഇത് ഇസ്ലാം ഇത് പഠിപ്പിക്കുന്നതും ഇല്ലേ ഇല്ല. ഹൈന്ദവനെയും ചേർത്ത് പിടിക്കാനാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാം ഭീകരതയുടെ മതമല്ല. ഏതെങ്കിലും ഒരു ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ചെറുപ്പക്കാരിയുടെ പേരിൽ ഒരിക്കലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാം വർഗീയതയുടെ മതമല്ല. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന മതമല്ല. ഇസ്ലാം ഒരിക്കലും വിഭാഗീയത പറയാറില്ല. ഇസ്ലാം ഒരിക്കലും ഏതെങ്കിലും ഒരു മതത്തിന്റെ ആരാധനകളെയും അനുഷ്ഠാനങ്ങളെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം കളിയാക്കിയിട്ടില്ല. കളിയാക്കേണ്ടുന്ന കാര്യം ഇസ്ലാമിനില്ല. ഈ ഷിംജിത മുസ്തഫ അവസാനം സ്വന്തം മുഖം മറയ്ക്കപ്പെടാൻ ആ സ്ത്രീ തെരഞ്ഞെടുത്ത വേഷം ഏതാണെന്നറിയുമോ? പരിശുദ്ധമായ ബർദയാണ് തെരഞ്ഞെടുത്തത്. അതേസമയം ബസ്സിലുണ്ടായിരുന്നപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതോ അതാ നല്ല വസ്ത്രം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ലാത്ത വസ്ത്രം തെരഞ്ഞെടുത്തു. എന്നാൽ മറ്റുള്ള ആളുകളിൽ നിന്ന് തൻ്റെ മുഖം മറയ്ക്കാൻ വേണ്ടി ആ ഷിംജിത തെരഞ്ഞെടുത്ത വസ്ത്രമേതാ? അതാ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പവിത്രമായ വസ്ത്രമല്ലേ? അതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരങ്ങൾ ഈ ഷിംജിതയെ പോലെയുള്ള ഏതെങ്കിലും ഒരാളുടെ ദുഷ്പ്രവർത്തനങ്ങൾ കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചെങ്കിൽ അരുതേ അരുതേ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. ഇസ്ലാം മാനവികതയുടേതാണ്, ഇസ്ലാം സഹിഷ്ണുതയുടേതാണ്, ഇസ്ലാം സമാധാനത്തിൻ്റെതാണ്, ഇസ്ലാം വെളിച്ചം നൽകുന്ന മതമാണ്. അമുസ്ലിമീങ്ങളായ നിങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ യഥാർത്ഥ വയറ് നിറയ്ക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച നേതാവിൻ്റെ അനുയായികളാണ്.